everyone, welcome back to another കുട്ടി വ്ളോഗ്. ഇന്ന് എനിക്കും ജിത്തുവായിരുന്നു കോമൺ ആയിട്ട് ഓഫായിട്ട് കിട്ടിയൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് വെതറൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി വെതറാണ്, വെളിയിലൊക്കെ പോകാൻ പറ്റിയ വെതർ. അപ്പം നമ്മൾ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങും പിന്നെ അതുപോലെ ഒരു ഡിന്നർ കഴിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പതുക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പം മിച്ചാപ്പി ഭയങ്കര ഹാപ്പിയാണ്. അതായത് മിച്ചാപ്പിക്ക് ഇതുപോലെ കാറിൽ എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കാർ സീറ്റ് ഇരിക്കുന്ന ഒഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യമെന്ന് വെച്ചാൽ പ്രൈമാർക്കിൽ പോയി കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിക്കണം. നമുക്കിപ്പം സെപ്റ്റംബർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തണുപ്പൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തണുപ്പൊട്ടും പറ്റത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വിൻ്റർ ക്ലോത്ത്സും വിൻ്റർ ചെരുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ പ്രൈമാർക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ഡിന്നർ കഴിക്കാനായിട്ടാണ് നിലവിലത്തെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഡിന്നർ കഴിക്കാൻ ഏത് റെസ്റ്റോറൻറ്റിൽ പോകണമെന്നുള്ള തർക്കത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. യൂഷ്വലി ജിത്തുവേട്ടൻ എപ്പോഴും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വട്ടം മക്കനിയിൽ പോയാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ കേരള ഫുഡാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് സംതിങ് ഡിഫറെൻറ്റ് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അമ്മയ്ക്ക് പിന്നെ എന്താണെങ്കിലും അമ്മയും ഓക്കെയാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാം. ഷോപ്പിംഗ് ചെയ്തതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര റഷായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിംഗ് ചെയ്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഒരു വേൾഡ് ബഫറ്റിലാണ്. കോസ്മോ എന്ന് പറയുന്ന ഒരു വേൾഡ് ബഫറ്റിലാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അവർ മൺഡേ ടു സൺഡേ വരെ ഓപ്പണാണ്. ഓപ്പണിംഗ് അവേഴ്സാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. എല്ലാ ദിവസവും ഓപ്പണിംഗ് അവേഴ്സാണ് ഇത് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അവരുടെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം നമുക്ക് പിള്ളേർക്ക് ഇപ്പം ബിലോ 5 years ആണെങ്കിൽ ഒരു 3 pounds വരും നമുക്ക്. പിന്നെ അതുപോലെ എബോവ് 155 centimeter ഉള്ള കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കെന്തോ ഒരു ഹാഫ് പ്രൈസ് എങ്ങാണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡ്സിലെ എമൗണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മുടെ എമൗണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ. ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മൺഡേ ടു തേഴ്സ്ഡേ ആണെങ്കിൽ നമുക്ക് അഡൽട്ട്സിന് 21 pound കിഡ്സിന് 11.99 വരുന്നത്. എല്ലാ കിഡ്സിൻ്റെ റേറ്റ് എല്ലാ ദിവസവും സെയിം ആണ്. ബട്ട് അഡൽട്ടിൻ്റെത് സാറ്റർഡേ സൺഡേസിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ലൈറ്റ് വർക്ക്സും ഒക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ബഫറ്റിൻ്റെ ഇതുള്ളത്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് NHSൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ 10% ഓഫറുണ്ട്. അതുപോലെ സ്റ്റുഡൻസിനും അവരുടെ സ്റ്റുഡൻറ്റ് കാർഡ് കാണിക്കുവാണെങ്കിൽ 10% ഓഫറുണ്ട്. നമ്മൾ നേരത്തെ ടേബിൾ ബുക്ക് ചെയ്തിട്ട് ചെല്ലുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ചില ടൈമിൽ അവിടെ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് ചെല്ലുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഞങ്ങൾ ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവർ ടേബിൾ തരും. എന്നിട്ട് നമ്മൾ സെൽഫ് സർവീസാണ്. നമുക്കവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റാർട്ടേഴ്സും ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ഡെസേർട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വയറ് പൊട്ടുന്നവരെ കഴിക്കാം. അതിൽ ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, ചൈനീസ് ഡിഷസ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഡിഷസ് ഉണ്ട്. എല്ലാ ഐറ്റംസ് ഓഫ് ഡിഷസും അവിടെ അവൈലബിൾ ആണ്. അപ്പം കുറേയൊക്കെ ഞാൻ ട്രൈ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് അവൈലബിൾ ആണ്. ചെറി ടൊമാറ്റോസ്, അതുപോലെ കോൾസ്ലോ, പിന്നെ അതുപോലെ ഒരുപാട് പിക്കിൾഡ് ഓനിയൻ, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം സുഷി ഇപ്പം ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് ഞാൻ ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം സുഷി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കോസ്മോ എന്ന് പറയുന്നത്. കോസ്മോയിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സുഷീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ, കാരണം എനിക്ക് പൊതുവെ അത് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തില്ല. പക്ഷേ ഞാൻ ബാക്കി എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തു. സുഷി എന്തോ എനിക്ക് പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വന്ന ടൈമിൽ ഞാനൊരു സുഷി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു വട്ടം ട്രൈ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നെയും ട്രൈ ചെയ്യാനായിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ മോമോസും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മോമോസും നമുക്ക് അവൈലബിൾ ആണ്.
പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക്സ്, വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ്, പിന്നെ അതുപോലെ ഫ്രഷായിട്ട് അവർ ബാർബിക്യൂ മേക്ക് ചെയ്യുന്നുണ്ട്. ഫ്രഷായിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഒരു കൗണ്ടർ തന്നെ അവരതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്സാസ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഫുഡ്സ് ഉണ്ട്. ഇംഗ്ലീഷ് അതായത് റോസ്റ്റ് പോർക്ക്, റോസ്റ്റ് ബീഫ്, പിന്നെ യോർക്ക്ഷയർ പുഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൂടുതലും നമ്മളെക്കാൾ കൂടുതലും ഞാനവിടെ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഫുൾ ഞാൻ കണ്ടത് ഇംഗ്ലീഷുകാരെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അവർ കൂടുതലും നമ്മുടെ ഡിഷസാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എന്നാലും അവരുടെ ഡിഷസും, കാരണം വേൾഡ് ബുഫറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡിഷസും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മ ഒരുപാട് എൻജോയ് ചെയ്തു, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്കൊന്ന് ഞാനൊരു നിയർലി ആഫ്റ്റർ 2 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ബുഫറ്റ് കഴിക്കാൻ പോകുന്നത്. കാരണം നമ്മളങ്ങനെ ആ ഒരു ഏരിയയിലോട്ട് നമ്മളെപ്പോഴും അങ്ങനെ പോകാറില്ല. അപ്പം ഇന്നലെ നമുക്ക് പ്രൈമാർക്കിൽ ഷോപ്പിങ്ങിന് പോയതുകൊണ്ടാണ് ഞാൻ ജിത്തുവിനോട് പറഞ്ഞത്, എന്നാൽ നമുക്കൊരു ബുഫറ്റ് ആയാലും കുറേ നാളായി ബുഫറ്റ് കഴിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴാണ് നമ്മൾ കോസ്മോ തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഗ്ലാസ്ഗോയിൽ ഒരുപാട് ബുഫറ്റ് അവൈലബിൾ ആണ്. പക്ഷേ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബുഫറ്റ് എന്ന് എൻ്റെ അറിവിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബുഫറ്റാണ് നമ്മുടെ കോസ്മോ എന്ന് പറയുന്നത്. മിച്ചാപ്പി ആണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തു. അവൻ പിന്നെ കൂടുതലും നമുക്ക് ഫ്രൈഡ് ഒനിയൻസ് അങ്ങനെയുള്ള റിംഗ് ഒനിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് കൂടുതലിഷ്ടം. ഞാൻ പിന്നെ എന്നെക്കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തു. അമ്മയാണെങ്കിലും അമ്മ ആദ്യമായിട്ട് ഒരു ബുഫറ്റ് കഴിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, കുറേ സ്വീറ്റ്സൊക്കെ കഴിച്ചു. അങ്ങനെ ഫൈനലായിട്ട് ഞങ്ങളൊരു ഐസ്ക്രീമും കൂടെ കഴിച്ച് എൻഡ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് 4 പേർക്കും കൂടെ നമുക്ക് ആയ എമൗണ്ട് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 75 to 80 പൗണ്ടാണ്. കാരണം നമ്മൾ 2 ഡ്രിങ്ക്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയും കൂടെ ആഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. രാത്രി ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രൻ സാർ ഇങ്ങനെ നന്നായിട്ട് ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഫുൾ മൂൺ ആണോയെന്ന് എനിക്കറിയത്തില്ല ഇന്ന്, പക്ഷേ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.